പ്രസിഡന്റ് ട്രംപ് തന്നെ പറഞ്ഞാണല്ലോ, യു ആർ ഗാംബ്ലിംഗ് വിത്ത് ദ തേർഡ് വേൾഡ് വാർ എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ മാറിക്കഴിഞ്ഞു. ഈ 24 മണിക്കൂർ കൊണ്ട് അതൊന്നുമില്ല. തീർച്ചയായിട്ടും ഒരു സീസ് ഫയർ സൃഷ്ടിക്കുക, അത് കഴിഞ്ഞിട്ട് റഷ്യയുമായിട്ടുള്ള യുക്രൈൻ്റെ റഷ്യയായിട്ടുള്ള കൺഫ്രണ്ടേഷൻ അവസാനിപ്പിക്കുക, ഒരു പുതിയ രീതി, ഇപ്പോൾ മിനറൽസ് ആൻഡ് മെറ്റൽസ് ഒന്നിച്ച് എക്സ്കവേഷൻ ചെയ്യാമെന്നും അത് മാനേജ് ചെയ്യാമെന്ന് അഗ്രിമെൻ്റ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അമേരിക്ക ചിലവാക്കിയ പണമൊക്കെ തിരിച്ചു കിട്ടാനുള്ള ഒരു വഴി കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ കരാറിൽ സെലൻസ്കി ഒപ്പിട്ട് കഴിയുമ്പോൾ അമേരിക്കയ്ക്ക് യുക്രൈനിൽ കൂടുതൽ താല്പര്യം വരും. അപ്പോൾ ഇത് പറയുന്നത് അമേരിക്കക്കാരവിടെ ഇത്രയും പോയി വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു പീസ് കീപ്പിംഗ് ഓപ്പറേഷൻ്റെ പോലും ആവശ്യമില്ല. കാരണം റഷ്യ ഒരിക്കലും അമേരിക്കയ്ക്കെതിരായിട്ട് അല്ലെങ്കിൽ അമേരിക്കൻ വർക്കേഴ്സിനെതിരായിട്ട് തിരിയുകയില്ല. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണുന്നത് യൂറോപ്യൻ യൂണിയൻ ഒരു പരിപാടി ട്രംപിന് മുമ്പിലേക്ക് വയ്ക്കും. അത് അദ്ദേഹം അംഗീകരിക്കും. അദ്ദേഹം അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് സെലൻസ്കി അക്സെപ്റ്റ് ചെയ്യും. അദ്ദേഹം ഈ മിനറൽസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യും. അപ്പോൾ അമേരിക്കയുടെ പണം തിരിച്ചു കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞൊരു നോർമലായിട്ട് ഒരു സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ് സം കൈൻഡ്, ഇപ്പോൾ അമേരിക്ക സോൾജേഴ്സിനെ അയച്ചില്ലെങ്കിലും മേ ബി എ UN ഫോഴ്സ്, മേ ബി സം അതർ ഫോഴ്സ്, റഷ്യക്കും കൂടി അംഗീകരിക്കാവുന്ന ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സിനെ അവിടെ ഡിപ്ലോയ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ക്രൈസിസ് അവസാനിക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ. സാർ, യുക്രൈനിലെ ധാതു സമ്പത്ത് കൈക്കലാക്കുവാൻ വേണ്ടിയുള്ള കരാറിലേക്ക് അമേരിക്കയുടെ നയങ്ങൾ പ്രകാരം സെലൻസ്കിയെ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യമാണ് വാസ്തവത്തിൽ ട്രംപ് നടപ്പിലാക്കുന്നത്. അതെ, അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഉദ്ദേശം. കാരണം അവർ ചെലവാക്കിയ പണം തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. എന്ന് തന്നെയല്ല, അസാധാരണ വസ്തുക്കൾ, സാധാരണ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കിട്ടാത്ത വസ്തുക്കളാണ് യുക്രൈനിലുള്ളതെന്നാണ് വിശ്വസിക്കുന്നത്. അത് എത്രമാത്രം ഉണ്ടെന്നുള്ളതിനൊരു കണക്കൊന്നുമില്ല. ഒരുപക്ഷെ നോക്കിയാൽ ഇപ്പോൾ ഈ 20% യുക്രൈനിൻ്റെ സ്ഥലം റഷ്യ പിടിച്ച സ്ഥലങ്ങളിലാണ് കൂടുതലും ഈ ധാതുക്കളൊക്കെ ഉള്ളതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് എന്തുമാത്രം ഇത് റിക്കവർ ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിയും എന്ന് നമുക്കറിയില്ല. പക്ഷേ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഉദ്ദേശം. അപ്പം അത് സൈൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് സെലൻസ്കി വന്നിരുന്നത്. പക്ഷേ അത് സൈൻ ചെയ്തില്ല. അതിനെപ്പറ്റി ഒരു ചോദ്യം ഉണ്ടായില്ല. അതിന് പകരം സീസ് ഫയറിലേക്കാണ് പോയത്. അപ്പോൾ ഇത് ആദ്യം ഒരു സീസ് ഫയർ, പിന്നെ ഒരു മിനറൽസ് എഗ്രിമെൻറ്റ്, പിന്നെ ഒരു ലോങ് ടേം സൊല്യൂഷൻ, കുറച്ച് ഭാഗങ്ങൾ റഷ്യക്ക് കൊടുക്കുക, അതിന് ഗ്യാരണ്ടി ആയിട്ട് അമേരിക്ക നിൽക്കുക എന്നൊക്കെയുള്ളൊരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്കാണ് മാറാൻ പോകുന്നത്. പക്ഷേ നമ്മൾ കണ്ട വൈറ്റ് ഹൗസ് ഡ്രാമ വളരെ അതിശയിപ്പിക്കുന്നതായിരുന്നു, ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സാറേ, യൂറോപ്യൻ നേതാക്കൾ ചേർന്ന് യുക്രൈൻ സമാധാന പദ്ധതി തയ്യാറാക്കി അമേരിക്കയ്ക്ക് മുന്നിൽ എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ്. എന്നാൽ ട്രംപ് പുടിൻ സൗഹൃദം എക്കാലത്തെയും ശക്തമായ നിലയിൽ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പദ്ധതിയുടെ വിജയ സാധ്യത എത്രത്തോളമാണ്? ഇല്ല, വിജയസാധ്യതയുള്ള പദ്ധതി മാത്രമേ യൂറോപ്യൻസ് മുമ്പോട്ട് വയ്ക്കുകയുള്ളൂ. അവരുടെ താല്പര്യം പ്രസിഡന്റ് ട്രംപിനെ അവരുടെ ഗ്രൂപ്പിൽ തന്നെ നിർത്തുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം. യൂറോപ്യൻ യൂണിയന് വേണ്ടി പണം ചിലവാക്കാൻ തയ്യാറില്ല എന്നതൊക്കെ പറയുന്നെങ്കിൽ പോലും ഒരു പേട്രണേജ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അത് വളരെ പ്രധാനമാണ് യൂറോപ്യൻ യൂണിയൻ. അതുകൊണ്ട് അവരും അതിൽ നിന്ന് മാറിയില്ല. അപ്പോൾ അവർ കൊടുക്കാൻ പോകുന്ന പദ്ധതി ഇദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുമെന്നാണ് തോന്നുന്നത്. അതിനനുസരിച്ചുള്ള പദ്ധതി ആയിരിക്കും അയാൾ തയ്യാറാക്കുക. നമ്മൾ കാണുന്നത് മാത്രമല്ലല്ലോ, പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ മനസ്സിൽ കാണുന്നത്. അതിങ്ങനെ ആയിരിക്കും. ഈ സീസ് ഫയർ ഉണ്ടാകും, എഗ്രിമെൻറ്റ് സൈൻ ചെയ്യും. അപ്പോൾ അമേരിക്കൻ വർക്കേഴ്സ് യുക്രൈനിലേക്ക് വലിയ നമ്പേഴ്സായിട്ട് പോകും. അപ്പോൾ അത് റഷ്യയെ തന്നെ പിന്നീട് യുക്രൈനെ ആക്രമിക്കാതിരിക്കാനുള്ള ഒരു കാരണമായി മാറും. അങ്ങനെ ഒരു അന്തരീക്ഷം മെച്ചപ്പെടുകയും സമാധാനം സ്ഥാപിക്കപ്പെടുകയും കഴിയും എന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത്. അതിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്.